വാവ്, വാവ്, വാവ്. മ്യാവ്, മ്യാവ്. ഇതിൽ ആദ്യം കേട്ട ശബ്ദം ഒരു കാട്ടുമാക്കാൻ പൂച്ചയുടേതാണ്. രണ്ടാമത്തത് അതിൻ്റെ ഭാര്യ പൂച്ചയുടേതാണ്. നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് ഈ കാട്ടുമാക്കാൻ പൂച്ച രാത്രി ഭക്ഷണമൊക്കെ കഴിക്കാനായിട്ട് ഇങ്ങനെ മീൻ വിൽക്കുന്ന സ്ഥലത്തും ഇറച്ചി ആ സ്ഥലത്ത് കറങ്ങി നടന്നിട്ട് വെളുപ്പിനിങ്ങനെ വരും. വെളുപ്പിനിങ്ങനെ വയറൊക്കെ വീർപ്പിച്ച് ഇങ്ങനെ അവിടെ കിടന്ന് ഉറങ്ങിയിട്ടൊക്കെ എണീറ്റ് വന്ന് ഈ പൂച്ച കാട്ടുമാക്കാൻ ഇങ്ങനെ നടന്നു വരുമ്പോൾ ഈ മ്യാവു മ്യാവു പൂച്ച പേടിച്ചിങ്ങനെ പതുങ്ങിയിരിക്കും ഒരു ബഹുമാനത്തോടെ. കാട്ടുമാക്കാൻ അതിൽ ഭക്ഷണം കൊടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് കഴിക്കില്ല. ഇങ്ങനെ ഒരു ശബ്ദം പുറപ്പെടുവിച്ച് ആരെയും മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ നടന്ന് നീങ്ങുന്ന കാട്ടുമാക്കാൻ വെള്ളപ്പൂച്ചയാണ്. ഇതിങ്ങനെ നടന്ന് അത് സ്ഥിരം കിടക്കുന്ന നമ്മൾ താമസത്തിൽ പുറകു വശത്തേക്ക് ഇങ്ങനെ അങ്ങ് പോവും. കുറച്ച് കഴിയുമ്പോൾ ഈ കുറുണിപ്പൂച്ച പതുക്കെ കുണുങ്ങി അതിൻ്റെ പുറകിൽ അങ്ങനെ അങ്ങ് പോവും. അപ്പോൾ ഈ കാട്ടുമാക്കാൻ പൂച്ചയിൽ നിന്നും നമ്മൾ ഒരുപാട് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. കാരണം കാട്ടുമാക്കാൻ്റെ ആ പൊസിഷൻ അവൻ ഇങ്ങനെ അങ്ങ് നടന്നു പോകും. ആരെയും നമ്മൾ വിരട്ടാൻ നോക്കിയാലും വരളില്ല. എന്തെങ്കിലും ശാപ്പാട് കൊടുക്കാൻ വിളിച്ചാലും അവൻ വരില്ല. ഭയങ്കര ആണത്വമാണ്. അത് അത്യപൂർവം ചിലരിൽ കാണുന്ന ഒരു സ്വഭാവമാണ് ഈ കാട്ടുമാക്കാൻ്റെ. എനിക്കത് ഇഷ്ടപ്പെടും. ഞാൻ കാട്ടുമാക്കാൻ്റെ ശൈലി അങ്ങനെ അനുകരിക്കുന്ന ഒരു രീതിയിലേക്ക് വന്നു. നമ്മളെന്ത് ഭക്ഷണം വെച്ച് നീട്ടിയാലും കാട്ടുമാക്കാൻ മൈൻഡ് ചെയ്യാതെ നടന്ന് പതുക്കെ അതിന് പുറയുന്ന ഈ സുറുമിപ്പൂച്ച പതുക്കെ അങ്ങനെ പോകുന്നത് കാണാം. അപ്പോൾ ഇത് നമുക്കൊരു പാഠം പഠിക്കാനുള്ളത്, ഞാൻ പഠിച്ചത് ഈ കാട്ടുമാക്കാനെ പോലെ ഇങ്ങനെ ആ ഒരു ശൈലി എപ്പോഴും കീപ്പ് ചെയ്യണം എന്നാണ്. അത് നല്ലൊരു പാഠമായിരുന്നു കാട്ടുമാക്കാൻ്റെ ആ ഒരു ശൈലി. അപ്പോൾ ഇത് പറയുമ്പോൾ പഴയൊരു പാട്ടാണ് ഓർമ്മ വരുന്നത്. മ്യാവും മ്യാവും സുറുമി പൂച്ചയ്ക്കൊരപ്പം കിട്ടി പണ്ട്. നമുക്ക് ഈ ശൈലി അനുകരിക്കാവുന്നതാണ്. കാരണം അതാണ് കാട്ടുമാക്കാൻ്റെ ശൈലിയാണ് ഒരു മോഡൽ ശൈലിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്.